ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പേജ് നമ്പർ എത്രയാണ്? 80 ആണ്. അവിടെ ഒരു പീരിയോഡിക് ടേബിളിനെ കുറച്ച് ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ബ്ലോക്കുകളെ കുറിച്ചിട്ടുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിയാകും. ആദ്യമായിട്ട് ഇവിടെ ഒരു എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് കിടക്കണു, അടുത്ത രണ്ടാമത്തെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കിടക്കുന്നു, അടുത്ത പി ബ്ലോക്ക് എലമെൻറ്റ്സ് കിടക്കുന്നു, താഴെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് കിടക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയും വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പം ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് റെസ്പെക്റ്റീവായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലുകളിലായിരിക്കും. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എസ് ഓർബിറ്റലിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക, ഇതിവിടെ ഡി ഓർബിറ്റലിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക, ഇവിടെ പി ഓർബിറ്റലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുക, ആൻഡ് ഇവിടെ എഫ് ഓർബിറ്റലിലായിരിക്കും. ഓരോ ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടുമാണ് ഇവിടെ പഠിക്കുന്നത്. ആദ്യമായിട്ട് എസ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. എന്താണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് ബ്ലോക്കിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പ് 1ഉം 2ഉം ആണ് കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് 1ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നത് NS1 എന്നായിരിക്കും, ഗ്രൂപ്പ് 2ൻ്റെ NS2 എന്നായിരിക്കും. ഗ്രൂപ്പ് 1നെ ആൽക്കലി മെറ്റൽ എന്ന് പറയും, ആൽക്കലി മെറ്റൽ എന്ന് പറയും. ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയും. അതുപോലെ ഇതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നത് +1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ആയിട്ടുള്ള മെറ്റാലിക് ക്യാരക്ടറും ഷോസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ഗ്രൂപ്പ് 1ൽ കാണപ്പെടുന്നത്. എല്ലാം മെറ്റൽസ് ആണ്. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻസിനെ നോക്കാം. എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നതിന് പി ബ്ലോക്കും എസ് ബ്ലോക്കും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ് എന്താണ്? എസ് ബ്ലോക്കും പി ബ്ലോക്കും ടുഗദർ ഒരുമിച്ച് പറയുന്നതിന് പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് വെച്ചാൽ എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ്. അതുപോലെ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 മുതൽ NS2 NP6 വരെയാണ്. NS2 NP6 എന്നത് നോബൽ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ടിവിറ്റി അതിൻ്റെ കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതിന് തൊട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് ഹാലജൻസും ഓക്സിജൻ ഫാമിലിയും. അപ്പോൾ ഹാലജൻസിനും ഓക്സിജൻ ഫാമിലിക്കും ഓരോ ഇലക്ട്രോൺസ് കൂടി, ഹാലജൻസിന് ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും. ചാൽക്കോജൻസിന് 2 ഇലക്ട്രോൺസ് കിട്ടിയാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നത് വളരെ ഹൈ ആയിരിക്കും എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ബ്ലോക്കിൽ എൻ്റർ ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നത് NS1 N-1 D 1 to 10 NS 0 to 2 എന്നതാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ 3D ട്രാൻസിഷൻ സീരീസ്, 4D 5D എന്നിങ്ങനെ നമുക്ക് കാണാവുന്നതാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നതാണ് ഡി ബ്ലോക്കിനെ വിളിക്കുന്നത്. എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, പി ബ്ലോക്കിൽ പൊതുവേ നോൺ മെറ്റൽസ് ആണ്, എസ് ബ്ലോക്കിൽ മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പം മെറ്റൽസിൽ നിന്നിട്ടും നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അതിനിടയ്ക്ക് കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഡി ബ്ലോക്കിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത് അതിനൊരു മെറ്റലിൽ നിന്നിട്ട് നോൺ മെറ്റലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ടിട്ടാണ്. അടുത്ത എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കാം. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സുമാണ്. സീറിയം മുതൽ ലുട്ടീഷ്യം വരെ ലാന്തനൈഡ്സും, തോറിയം മുതൽ ലോറൻഷ്യം വരെ ആക്ടിനൈഡ്സുമാണ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ദി കെമിസ്ട്രി ഓഫ് early actinoids more complicated than corresponding lanthanoids. കെമിസ്ട്രി ഓഫ് ദി ആക്ടിനോയിഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തുകൊണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആയതുകൊണ്ടിട്ടാണ് കെമിസ്ട്രി ഓഫ് ദി ആക്ടിനോയിഡ്സ് ഡിസ്കസ് ചെയ്യാൻ വളരെ പാടുപെടുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സെയിം ഐഡിയ തന്നെയാണ്. ആക്ടിനൈഡ്സിൻ്റെ
കുറിച്ചിട്ട് അതിൻ്റെ കെമിസ്ട്രി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാര്യം മാത്രമല്ല പറയേണ്ടത്. മോസ്റ്റ് ഓഫ് ദി ആക്ടിനൈഡ്സ് റേഡിയോ ആക്റ്റീവ് നേച്ചറാണ്. അപ്പോൾ അത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് എമൗണ്ടാണ്. അതുപോലെ എന്താണ് ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിന് പറയുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ്. ഇവിടെ ഒരു പോയിൻ്റ് കിടക്കുന്നത് എക്സാമിന് ചോദിക്കുന്നതാണ്, കെമിസ്ട്രി ഈസ് നോട്ട് ഫുള്ളി സ്റ്റഡീഡ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആക്ടിനോയിഡ്സ് മെയിനായിട്ട് റേഡിയോ ആക്റ്റീവ് നേച്ചർ കാണിക്കുന്നത് കൊണ്ടുമാണ്. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആക്ടിനോയിഡ്സിന് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ടുമാണ്. അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് എന്ന് ചോദിച്ചാൽ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് രണ്ടും കൂടെ കാണിക്കുന്ന ആൾക്കാർക്കാണ് മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊരു കാര്യത്തിലേക്ക് പോകാം. ഒന്നാമത്തത് അറ്റോമിക് റേഡിയസ് ആണ്. ഇവിടെ നമ്മൾ കൂടുതലൊന്നും പഠിക്കാനില്ല. അറ്റോമിക് റേഡിയസ് എന്നത് എന്താ, ഒരു ഗ്രൂപ്പിലും പീരീഡിലും അതിനെന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാകുന്നു എന്നൊരു കാര്യമാണ് പഠിക്കേണ്ടത്. അറ്റോമിക് റേഡിയസിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് കോവാലൻ്റ് റേഡിയസും മെറ്റാലിക് റേഡിയസും. അതായത് കോവാലൻ്റ് ബോണ്ടിൽ ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള എലമെൻസിൻ്റെ കോവാലൻ്റ് റേഡിയസ് ആണ് കാണുക. ഇനി മെറ്റൽസിൻ്റെ ആണെങ്കിൽ മെറ്റൽസിന് നമ്മൾ മെറ്റാലിക് റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളും കൂടെ നോക്കുക. ബോണ്ട് ഡിസ്റ്റൻസ് ഇൻ chlorine Cl2 is 198 picometer and half distance 99 is taken as the atomic radius of chlorine. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും കോവാലൻ്റ് റേഡിയസ് എന്നത് മെറ്റാലിക് റേഡിയസ് എന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്നിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അവിടെ വലിയ രീതിയിലുള്ള മീനിങ് ഒന്നുമായിട്ട് നമുക്ക് +1 സ്റ്റുഡൻസിന് പഠിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അറ്റോമിക് റേഡിയസിൻ്റെ ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ടേബിളിൽ നിന്നും നമുക്ക് ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പീരീഡിൽ അറ്റോമിക് സൈസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. അറ്റോമിക് സൈസ് ഡിക്രീസസ് വെൻ അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത്തരത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ കുറയുന്നതിന് റീസൺസ് ഉണ്ട്. അവിടെ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. പക്ഷേ ഷെല്ല് ഒരു പീരീഡിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് സക്സസീവായിട്ടുള്ള ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യമാണ് അവിടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അറ്റോമിക് സൈസ് കുറയാനുള്ള കാരണം. എന്നാലും ഞാനിപ്പോൾ പറഞ്ഞത് പീരീഡിൻ്റെ കേസാണ്. ഇനി ഗ്രൂപ്പിൻ്റെ കേസ് നോക്കാം. ഓരോ ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് സക്സസീവായിട്ടുള്ള എനർജി ലെവൽസ് കൂടുന്നുണ്ട്. അതായത് അതിൻ്റെ ഷെല്ല് കൂടുന്നുണ്ട്. 1 by 1 ആയിട്ട് എനർജി ലെവൽസ് കൂടി വരുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിൽ എനർജി ലെവൽസ് കൂടി വരുന്നത് കൊണ്ടിട്ടാണ് ന്യൂക്ലിയർ ചാർജ് കൂടിയാലും അതിൻ്റെ അറ്റോമിക് സൈസ് കൂടുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ എക്സ്പ്ലനേഷനും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ പോണത് അയോണിക് റേഡിയസ് എന്ന ഒരു സെക്ഷനിലേക്കാണ്. എങ്ങനെയാണ് അയൺസ് ഫോം ചെയ്യുന്നത്? ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഇറങ്ങിപ്പോയാൽ അതിന് പോസിറ്റീവ് ചാർജാണ് അല്ലെങ്കിൽ കാറ്റയോൺസ് ആയിട്ട് മാറി എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി വന്നാൽ അതിന് ആനയോൺസ് ആയി, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടി വന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് കൂടി, അല്ലെങ്കിൽ അത് ആനയോൺ ആയിട്ട് മാറി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ സക്സസീവായിട്ടുള്ള ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു എക്സാമ്പിൾ 10 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ 10 ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന പാർഷ്യൽ ന്യൂക്ലിയർ അട്രാക്ഷൻ ഓക്കെയാണ്. പക്ഷേ അവിടെ 11 ഇലക്ട്രോൺസ് ആയാലോ ഈ കിട്ടുന്ന 11 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഇലക്ട്രോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയുകയും അറ്റോമിക് സൈസ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആനയോണിനായിരിക്കും സൈസ് കൂടുതൽ ദാൻ ദാറ്റ് ഓഫ് കാറ്റയോൺ എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നൊരു ഐഡിയ വന്നത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്ന സ്പീഷീസാണ്. O2 മൈനസും F മൈനസും Na പ്ലസും Mg2 ഒക്കെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ അറ്റോമിക് സൈസിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്നുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സൈസ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓക്സിജൻ 2 മൈനസിനായിരിക്കും ഏറ്റവും കൂടുതൽ സൈസ്, അത് കഴിഞ്ഞാൽ F മൈനസിനായിരിക്കും, അത് കഴിഞ്ഞാൽ Na പ്ലസിനായിരിക്കും, അത് കഴിഞ്ഞാൽ Mg2 പ്ലസിനായിരിക്കും.
അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നതാണ് ഞാനിവിടെ ആനയോണിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ച് പറഞ്ഞു തന്ന കാര്യം. അടുത്തതായിട്ട് പോകുന്നത് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന കാര്യമാണ്. അതായത് ഒരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് പിടിച്ച് പുറത്ത് കളയുന്നതിന് വേണ്ടുന്ന എൻതാൽപ്പി ചേഞ്ചിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റൈസ് ആൻ ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിരിക്കുന്ന ഇലക്ട്രോൺസിനെ പിടിച്ച് പുറത്ത് കളയുന്നതിന് വേണ്ടുന്ന എനർജി ചേഞ്ചിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി ഇൻ എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈസ് ഇറ്റ് ഈസ് ഇൻക്രീസസ് ആൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇറ്റ് ഈസ് ഡിക്രീസസ് എന്നതാണ് നമ്മൾ അറിയുന്ന ആ ഒരു ട്രെൻഡ്. ഇനി അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് 15-16 ഗ്രൂപ്പുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെൻഡ് കിട്ടത്തില്ല. അതുപോലെ 2-13 ഗ്രൂപ്പുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെൻഡ് കിട്ടത്തില്ല. ഓപ്പോസിറ്റ് ആയിരിക്കും, വയലേഷൻ ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അയണൈസേഷൻ എനർജീൻ്റെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ചേഞ്ച് വന്നത്. ഡ്യൂ ടു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡിഫറൻസ് കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പീൻ്റെ ഡീവിയേഷൻസ് ഗ്രൂപ്പ് 2-ലും 3-ലും കാണും. അതായത് ബെറിലിയം ബോറോണും തമ്മിൽ ഡീവിയേറ്റ് ചെയ്ത് കാണപ്പെടും. നോർമൽ ട്രെൻഡ് കാണിക്കത്തില്ല. ഇനി നൈട്രജൻ ഓക്സിജൻ അവിടെ നമ്മൾ നോർമൽ ട്രെൻഡ് കാണിക്കത്തില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി അയണൈസേഷൻ എൻതാൽപ്പീൻ്റെ ജനറൽ എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് ഇറങ്ങിപ്പോയി, അപ്പം അയൺസ് ഫോം ചെയ്യും. ഇതാണ് അയണൈസേഷൻ. ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി അത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി ആ അയണൈസ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യത്തിന് X+ ഈ ഐറ്റം. അപ്പോൾ X+ൽ നിന്നും ഒരു ഇലക്ട്രോൺ കൂടെ ഇറങ്ങിപ്പോയാൽ X2+ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. മനസ്സിലായി കാണും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുറച്ച് ഗ്രാഫുകളൊക്കെ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു? അടുത്തതായിട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാൽ എന്താണ് എന്നതാണ്. ഒരു ആറ്റത്തിൻ്റെ ബാലൻസ് ഷെല്ലിലേക്ക്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ ആനയോൺസ് ഫോം ചെയ്യും. ഇത്തരത്തിൽ ഒരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു ഡെഫിനിഷൻ ആക്കി തന്നെ ഞാൻ പറയാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി it is the enthalpy change when an electron is added to an gaseous neutral isolated atom. This is the electron gain enthalpy. Electron gain enthalpy from a group. ഒരു ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നതായിട്ടും, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. ആൻഡ് ഫ്രം എ പീരീഡ്, ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടി വരുന്നതും കാണാം. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇറ്റ് ഇൻക്രീസസ് വെൻ ഇറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ക്ലോറിൻ ആണ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. അതെന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ ക്ലോറിൻ്റെ 3p സബ്ഷെല്ലും ഫ്ലൂറിൻ്റെ 2p സബ്ഷെല്ലും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 2p സബ്ഷെല്ല് വളരെ സ്മാൾ ആയതുകൊണ്ടിട്ട് അവിടെ ഹൈ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടായത് കൊണ്ടിട്ട് ആണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാകുമ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലൂറിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നൊരു കാര്യമാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നാൽ ഇറ്റ് ഈസ് എ ക്വാളിറ്റി
Qualitative measure of ability of an atom in a chemical compound to attract shared electrons to itself is called electronegativity. Electronegativity എന്നാൽ മറ്റൊരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ സ്വന്തം ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഇറ്റ് സെൽഫ് പ്രോപ്പർട്ടിയാണ്, സ്വന്തം എബിലിറ്റിയാണ്. ഇപ്പോൾ ക്ലോറിൻ എന്നത് നല്ല ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള എലമെൻ്റാണ്. ഹൈഡ്രജൻ എന്നത് അങ്ങനെയുള്ള ആളല്ല. അപ്പോൾ ക്ലോറിൻ ഭയങ്കര ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള എലമെൻ്റ് ആയതുകൊണ്ടിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസ് ക്ലൗഡും ഇതിനോട് ചേർന്ന് ഇരിക്കും, ഒരു അട്രാക്റ്റഡ് ആയിട്ടിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺസ് ടു ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്കെയിലുകളൊക്കെ അവൈലബിൾ ആണ്. ഒന്ന് പോളിംഗ് സ്കെയിൽ, അതുപോലെ മുള്ളിക്കൻ ജാഫെ സ്കെയിൽ. അപ്പം അങ്ങനെ 2 സ്കെയിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പടം കൊണ്ടിട്ട്, ഈ ഒരു പിക്ചർ കൊണ്ടിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും ട്രെൻഡ്സ് ഒറ്റയടിക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, അയണൈസേഷൻ എന്താൽപ്പിയും പീരീഡിൽ ലെഫ്റ്റിൽ റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടും. നോൺ മെറ്റാലിക് ക്യാരക്ടർ അങ്ങോട്ട് പോകുമ്പോൾ കൂടും, ഇങ്ങോട്ട് പോകുമ്പോൾ കുറയും. ആറ്റോമിക് റേഡിയസ് ഇങ്ങോട്ട് വരുമ്പോൾ കൂടും, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കൂടും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടും. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പം ഒരു ഗ്രൂപ്പിൽ കൂടും. അറ്റോമിക് റേഡിയസ് ഒരു മുകളിൽ നിന്ന് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കൂടും. ഇനി അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രൂപ്പിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ആൾമോസ്റ്റ് എല്ലാ ട്രെൻഡും കിട്ടും. പിന്നെ നമ്മുടെ അവർ ഓൺ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കാണ് കാര്യം കളറായി മാറുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് എന്ന ഒരു കാര്യം. ഇവിടെ നമ്മളൊരു പേര് കാണാൻ പോകുന്നു, ലിഥിയം ആൻഡ് ബെറിലിയം. ലിഥിയം ആൻഡ് ബെറിലിയം ഷോസ് അനോമലസ് പ്രോപ്പർട്ടീസ് വിത്ത് മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം. കൊണ്ട് എഴുതിക്കുന്നുണ്ടല്ലേ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം. ഓക്കെ, അപ്പോൾ ലിഥിയം ആൻഡ് ബെറിലിയം എന്നത് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം എന്നത് തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിൻ്റെ അനോമലസ് പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഡയഗണലി വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന എലമെൻറ്റ്സുമായിട്ട് സെയിം എന്തൊരു പ്രോപ്പർട്ടീസ് ആയിരിക്കും? സിമിലർ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. ഈ ലിഥിയം, മഗ്നീഷ്യം, ബെറിലിയം, അലൂമിനിയം എങ്ങനെ ഡയഗണലി റിലേറ്റഡ് ആയി എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എവിടെ പീരിയോഡിക് ടേബിൾ? മറ്റേ പീരിയോഡിക് ടേബിൾ എടുക്കാം. വേണ്ടോ? ലിഥിയം, ബെറിലിയം കണ്ടോ? ഡയഗണലി പ്ലേസ്ഡ് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ആൻഡ് തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. ഇനി ബെറിലിയം, മഗ്നീഷ്യം, ഇവിടെ ആൾക്കാരില്ല എന്നല്ല, ഇതിനെ ഡയഗണലി പ്ലേസ് ചെയ്താൽ അത് ഇവിടെ വരും. ബെറിലിയം, മഗ്നീഷ്യം, ബെറിലിയം, അലൂമിനിയം കണ്ടോ? ലിഥിയം, മഗ്നീഷ്യവും ഡയഗണലി പ്ലേസ്ഡ് എലമെൻറ്റിൻ്റെ ഒരു പെയറാണ്. ബെറിലിയവും അലൂമിനിയവും ഡയഗണലി പ്ലേസ്ഡിൻ്റെ അടുത്ത എലമെൻ്റ് ആണ്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്സ് എന്നതിൽ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്, ദി ഡയഗണലി പ്ലേസ്ഡ് സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ഷോസ് സിമിലർ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ പെയർ, ഒന്നാമത്തെ പെയർ ലിഥിയം, മഗ്നീഷ്യമാണ്. രണ്ടാമത്തെ പെയർ ബെറിലിയം, അലൂമിനിയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി. കുറേ അധികം കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബോർഡ് എക്സാമിന് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ ഐഡിയാസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.